കൊല്ലം സ്വദേശി വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിഞ്ഞു. ക്രിയാറ്റിൻ ലെവൽ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമല്ല എന്ന വാദമായിരുന്നു നേരത്തെ ഉന്നയിച്ചത്. ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നുവെന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു. ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് കൂടിയാണ് ആൻജിയോഗ്രാം സാധ്യമാകാതിരുന്നത് എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നേരത്തെ വാദിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത്. ഷിജോ, നേരത്തെ ആശുപത്രി പറഞ്ഞതും ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതുമായ വിവരങ്ങൾ, അതിലെ വൈരുദ്ധ്യം എന്താണ്? അജിംസ, നിഷാദ, ഇതിനകത്ത് വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മതിയായ ചികിത്സ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഒരു പരിഗണന ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ക്രിയാറ്റിൻ ലെവൽ കൂടുതലായതുകൊണ്ട് മറ്റു ചികിത്സകൾ നൽകാൻ ആശുപത്രി വിസമ്മതിച്ചു എന്നുള്ള ആരോപണം കൂടി കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കുടുംബം പറയുന്നത് ക്രിയാറ്റിൻ ലെവൽ ഇപ്പോൾ 3-ാം തീയതി വേണുവിനെ ലാബിൽ പരിശോധന നടത്തിയതിന്റെ ലാബ് റിസൾട്ടിന്റെ ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിയാറ്റിൻ ലെവൽ 1.6 ആണ്. 1.6 ഉണ്ട് വേണുവിന് ക്രിയാറ്റിൻ 3-ാം തീയതി പരിശോധിക്കുമ്പോൾ. ഇത് സാധാരണ നിലയിൽ 0.7 മുതൽ 1.4 വരെയാണ് അതിന്റെ റെഫറൻസ് വാല്യൂ. ആ റേഞ്ചിലേക്ക് അതെത്താൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 1.6 വന്നിട്ടുണ്ട്. അത് കൂടുതലാണ് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അപ്പോഴും വേണുവിന്റെ കുടുംബം പറയുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര കൂടുതലല്ല, അതുകൊണ്ട് ഇത് മറ്റ് ചികിത്സകൾ നൽകാമായിരുന്നു, ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ നൽകാമായിരുന്നു എന്നുള്ള കാര്യമാണ് വേണുവിന്റെ കുടുംബം പറയുന്നത്. എന്തായാലും ഇതിനകത്ത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയാണ്, ഏത് ഭാഗത്താണ്, എന്ന് നടത്തിയ പരിശോധനയിലാണ് വേണുവിന് ക്രിയാറ്റിൻ കൂടുതലായി ഉണ്ടായിരുന്നത്, പിന്നീട് കുറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ആൻജിയോഗ്രാം ചെയ്തില്ല, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ DME തലത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ചയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുക. ആ അന്വേഷണം കഴിയുന്ന മുറയ്ക്ക് മാത്രമേ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ.